എന്നും നമ്മൾ ഷോർട്ട് ടോപ്സ് ചെയ്യുമ്പോൾ ഞാൻ ജീൻസിന്റെ കൂട്ടത്തിലേക്കല്ലേ പെയർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ താർലാഫറിന്റെ ബോട്ടത്തിന്റെ കൂട്ടത്തിലാണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയും കൂടെ ചില ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ടോപ്സ് ആണെങ്കിലും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന പ്രിന്റഡ് ടോപ്സ് ആണ്. അതിനകത്ത് കോട്ടണും വരുന്നുണ്ട്, റയോണും വരുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന നമ്മുടെ ഒരു ഓണിയൻ പിങ്കും ലാവൻഡറും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇതിനകത്തേക്ക് ഞാൻ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ലൈറ്റ് പിങ്ക് കളറിലെ താർലാഫറിന്റെ ബോട്ടമാണ്. അപ്പോൾ ഈ ബോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ട്രാവലിംഗ് പർപ്പസിനൊക്കെ ജീൻസ് ഇടാൻ വേണ്ടി ഡിസ്കംഫർട്ട് ഉള്ള കുറേ പേരുണ്ടാകും. അപ്പോൾ ഈ ഒരു ബോട്ടം പെയർ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഫ്രീ സൈസിലേക്കാണ്. നമുക്ക് ട്രാവലിംഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടോപ്സ് ആണെങ്കിൽ എല്ലാം തന്നെ നല്ല ഫ്രീ സൈസിലേക്കാണ്. ഞാനിപ്പോൾ ലാർജ് സൈസാണ് ഇട്ടേക്കുന്നത്. നമ്മൾ തന്നെ ആ ഒരു നല്ല ഫിറ്റിങ്ങിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിലേക്കാണെങ്കിൽ ചെറിയൊരു ഗ്യാദേഴ്സ് ഒരു കുഞ്ഞൊരു പടിയും കൊടുത്തിട്ടുണ്ട്. പ്രൈസ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് 450 റേറ്റിലേക്ക്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് റെഡ് ആട്ടോ. അപ്പോൾ റെഡിനകത്തേക്ക് വന്നേക്കുന്ന പ്രിന്റ് ഒരു ബേജ് അല്ലെങ്കിൽ ഒരു ചിക്കു കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ സെയിം കളറിലെ ബോട്ടോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് പെയർ ചെയ്തേക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ബ്ലാക്ക് കളറിലെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ജീൻസിൻ്റെ കൂട്ടത്തിലേക്ക് അടിപൊളിയായിട്ട് മാച്ച് ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോസിനകത്തേക്ക് നമ്മുടെ താർലാഫറിന്റെ ബോട്ടം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറിലേക്ക് ആട്ടോ. ഇതിനകത്തേക്ക് വന്നേക്കുന്നത് നമ്മളൊരു ലൈറ്റ് ഒരു ബേജ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ചിക്കു കളറിലെ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട റെഡിന് തന്നെ കളർ ചേഞ്ച് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ ബേജ് പ്ലസ് ചിക്കു എന്ന് പറഞ്ഞ ആ ഒരു കളറിലേക്ക് വന്നേക്കുന്ന ബോട്ടം ആട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് എന്തിന്റെ കൂട്ടത്തിലേക്ക് വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് വന്നേക്കാൻ നമ്മൾ നേരത്തെ കണ്ട ഇപ്പൊ ഗ്രീനിന്റെ തന്നെ സെയിം തന്നെയാണ്. പാറ്റേണിനകത്ത് മാത്രം ചെറിയ ഡിഫറൻസ്. കുഞ്ഞൊരു കോളർ നെക്ക് എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് കുറച്ചൊരു ക്ലോസ്ഡ് നെക്കാണ്. താഴേക്കായിട്ട് ഗ്യാദേഴ്സ് വരുന്ന രീതിയിലേക്ക്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കാണ് ഇവിടേക്ക് കുഞ്ഞു ഗ്യാദേഴ്സ് കൊടുത്തിട്ട് പടി കൊടുത്തേക്കുന്ന ഒരു പാറ്റേൺ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന റെഡ് കളറിലെ ഒരു പ്രിന്റുകളാട്ടോ. ഇതെന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒരു ബ്ലൂ ആൻഡ് ഒരു ആഷ് ഗ്രേ അങ്ങനത്തെ കുറെ കളേഴ്സിന്റെ മിക്സ്ഡ് പ്രിന്റുകളാണ്. അപ്പൊ അങ്ങനത്തെ അതിന്റെ പ്രിന്റുകൾ ഇനിയിപ്പോൾ ഏതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിലാണെങ്കിലും നമുക്ക് ഇതിന്റെ ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഐസ് ബ്ലൂ കളറിലെ ബോട്ടം. അപ്പൊ ഇങ്ങനത്തെ അതിന്റെ ബോട്ടംസ് നമുക്ക് ഏത് ടോപ്പിന്റെ കൂട്ടത്തിൽ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് ഞാൻ മാച്ചിങ് ആയിട്ട് അതാട്ടോ പെയർ ചെയ്തേക്കുന്നത്. ഇതിന്റെ സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ചെറിയ ഗ്യാദേഴ്സ് വരുന്ന രീതിയിലേക്കാണ്. എല്ലാം തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് 450 റേറ്റിലേക്കാണ് നമ്മൾ ഈ ടോപ്പുകൾ എല്ലാം കൊണ്ടുവന്നേക്കുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ റെഡ് കളറിലേക്ക് തന്നെ ഒരു വേറൊരു പ്രിന്റാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിലേക്ക് ഞാൻ നമ്മുടെ ബ്ലാക്ക് കളറിലെ ബോട്ടം തന്നെ പെയർ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വീനെക്ക് പോലെ വന്നിട്ട് താഴേക്കായിട്ട് കുറച്ചൊരു ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് നമ്മുടെ ഒരു നെക്ക് ലൈനിലേക്ക് കൊടുത്തേക്കുന്നത് സെയിം തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു റണ്ണിങ് സ്റ്റിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നമുക്കൊരു കാഷ്വൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജീൻസിന്റെ കൂട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബോട്ടംസിന്റെ കൂട്ടത്തിലൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കലങ്കാരി പ്രിന്റിലേക്കാട്ടോ. ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബേസ് കളർ ഒരു ആഷ് ഗ്രേ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അതിനകത്തേക്ക് മെറൂൺ കളറിലെ പ്രിന്റുകൾ. ഇതിനകത്തേക്ക് ഞാൻ ഇട്ടേക്കുന്ന ബോട്ടം നമ്മുടെ ബ്രിക്ക് മെറൂൺ കളറിനകത്തേക്കുള്ള താർലാഫറിന്റെ ബോട്ടം ആട്ടോ. ഇതുവരെ നമ്മുടെ താർലാഫറിന്റെ ബോട്ടം പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യം എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് വെസ്റ്റേൺ വിയർ ടോപ്സിന്റെ കൂട്ടത്തിലോ ഓഫീസ് വിയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബോട്ടമാണ്. കിട്ടിയ കസ്റ്റമേഴ്സ് എല്ലാവരും അത്രയും ഹാപ്പിയാണ് അതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റിയിൽ. അടിപൊളിയായിട്ടുള്ള മെഷർമെന്റ് ആണ് അതിന്റെ വന്നേക്കുന്നത്. നമ്മളാണെങ്കിൽ ഒരുപാട് നമ്മൾ റിവൈസ് ചെയ്ത് അത്രയും പെർഫെക്റ്റ് ആക്കിയാണ് നമ്മൾ അതിന്റെ മെഷർമെന്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് കറന്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രീ ബുക്കിംഗിലേക്ക് എടുത്തതായിരുന്നു. എല്ലാ കസ്റ്റമേഴ്സും തന്നെ നമ്മളിവിടെ ഓൾമോസ്റ്റ് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു. വൈറ്റ് ആൻഡ് ബ്ലാക്കിന്റെ ഡിസ്പാച്ചിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻ. നമ്മുടെ പീച്ചും യെല്ലോയും ഒക്കെ കുറേ കളേഴ്സിനെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന പ്രിന്റുകളാണ്. അപ്പം ഞാൻ അതിന് ജസ്റ്റ് നമ്മുടെ മാച്ചിങ് നമ്മുടെ പീച്ച് കളറിൽ താർലാഫറിന്റെ ബോട്ടം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബോട്ടത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി വാചാലയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ പ്രൊഡക്ട്സിലേക്ക് വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അത്രയും ക്വാളിറ്റി നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെയും ടോപ്പിൻ്റെ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 450 ആണ്. നമ്മുടെ ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 399 ആൻഡ് 429 ആണ്. നമുക്ക് അപ് ടു 5XL സൈസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്മോൾ സൈസ് തൊട്ടിട്ട് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കോംബോ ആയിട്ടോ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വാട്സാപ്പിലേക്കും കൂടെ നമ്മളിത് അവൈലബിൾ ആക്കുന്നതായിരിക്കും.